നമ്മളിവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേദന അനുഭവിക്കാത്തവരായി അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കാത്തവരായി, പ്രയാസങ്ങൾ നേരിടാത്തവരായി, ബുദ്ധിമുട്ടുകൾ സഹിക്കാത്തവരായി മനുഷ്യരായി ജനിച്ചാലും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതെന്നുള്ള. വേദന എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. മനുഷ്യ മനസ്സിന്റെ ഇഷ്ടം, ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം അല്ലെങ്കിൽ പ്രകൃതം സുഖവും സന്തോഷവും. സുഖം അനുഭവിക്കുക, സന്തോഷം അനുഭവിക്കുക, അതാണ് മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്ന സംഗതി. നമ്മൾ പരസ്പരം കാണുമ്പോൾ സാധാരണയായി ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, സുഖം തന്നെയല്ലേ? അസുഖമാണെങ്കിലും സുഖമാണ് അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത് വെറുതും ഒരു ചോദ്യമല്ല, ഒരു അടിസ്ഥാനപരമായ സംഗതിയുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്ന സുഖമാണ്. പലതരത്തിലുണ്ട് സുഖം. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിൽ സുഖത്തിന് വ്യത്യസ്തമായ രീതികളുണ്ട്. പക്ഷെ എങ്കിലും സുഖമാണ് മനുഷ്യൻ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദ്യമായി നിലനിർത്തിയതും സുഖത്തിലാണ് എന്നുള്ള ഒരു വലിയ സത്യമാണ്. ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചിട്ട് സുഖിച്ച് ജീവിച്ചു കൊള്ളാനാണ്. പ്രയാസങ്ങളൊന്നും നേരിടാതെ, ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ സുഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിക്കാനാണ് സ്വർഗം. ആ സ്വർഗത്തിലാണല്ലോ ആദ്യമായി ജീവിതം, മനുഷ്യന്റെ ജീവിതം തളിരിട്ട് വളരാൻ തുടങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ സാധാരണയൊക്കെ പറയാറുള്ളത് പോലെ ആദം നബി ചെറുപ്പമായിരുന്നില്ല. ചെറുപ്പം മീൻസ് നമ്മൾ സാധാരണ കുട്ടിയായല്ല ജനിച്ചത്, യുവാവായിട്ടാണ് ജനിച്ചത്. അള്ളാഹു ജീവൻ കൊടുക്കുമ്പോൾ തന്നെ ആദമിനെ സാധാരണ നമ്മൾ പ്രസവിച്ചു വരുന്ന കുട്ടി എന്നുള്ള നിലയ്ക്കല്ല. അപ്പോൾ ജീവിതത്തിന്റെ ബാല്യകാലങ്ങൾ എന്നുള്ളത് അവിടെ യൗവനം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു സമയം ഇണയും തുണയുമായി മൊട്ടിട്ട് വളർന്നത് സ്വർഗത്തിലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അധിക പേരും കേൾക്കുന്ന ഒരു കഥയാണെങ്കിലും അത്ര ആഴത്തിലത് ചിന്തിച്ചു പോകാറില്ല. അതായത് മനുഷ്യ മനസ്സിന് ഇണങ്ങുന്ന ഒരു ചുറ്റുപാട്, ആ ചുറ്റുപാട് ഇണങ്ങിയില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ സ്വർഗമാണ് അതിന് പറ്റിയ ചുറ്റുപാട് എന്ന് അള്ളാഹു തീരുമാനിക്കുകയും അവിടെ വെക്കുകയും ചെയ്യും. പിന്നീട് നമുക്കറിയുന്ന കഥ, അത് എല്ലാ കാലത്തും നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ അവന് കിട്ടിയ ബുദ്ധി കൊണ്ട് കുറുക്ക് വഴി ഉപയോഗിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവനുള്ള സുഖം നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്ന ആ പരമാനന്ദ സുഖം, സ്വർഗം നഷ്ടപ്പെടുന്നുണ്ട്. അത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. വലാ തഖറബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ. നിങ്ങൾ ആ മരത്തോട് അടുക്കരുത്, ആ പഴം പറിക്കരുത്. അത് പറിച്ചു നിന്നപ്പോ മനുഷ്യന്റെ സുഖം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള. ആ സുഖം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നുണ്ടാവുന്നത് വലക്കും ഫിൽ അർളി മുസ്തഖറും മതാഉൻ ഇലാഹി, അവിടെ നിന്ന് ഇറക്കി വിട്ട് ദുനിയാവിലേക്ക് വിടുക. ആ പഴം പറിച്ചു നിന്നപ്പോ എന്തിനു വേണ്ടിയാണോ ആ പഴം പറിച്ചു നിന്നത് അത് നടന്നില്ല എന്നുള്ള. അതായത് ആ ജീവിതം നിത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ പഴം പറിച്ചിരുന്നത്. പക്ഷെ ഹ്രസ്വമായി അവസാനിച്ചു പോയുണ്ടായത്. വളരെ ആഴത്തിലാണ് വിഷയം. ആഴത്തിലിറങ്ങും തോറും ഒരുപാട് തത്വശാസ്ത്രങ്ങൾ അതിനകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ സർവജ്ഞൻ. അവനൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിന്റെ വിശാലമായ അർത്ഥതലങ്ങൾ ഒരുപാട് തന്നെ ഉണ്ടാവും. ഓരോരുത്തരുടെ ബുദ്ധിയുടെ നിലവാരം അനുസരിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നിന്ന് പഴം പറിക്കുക എന്നൊരു തെറ്റ്, ളുൽമ്, അക്രമം, ക്രമവിരുദ്ധമായ പ്രവൃത്തി, അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നഷ്ടപ്പെടുത്തുകയാണ്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും അള്ളാഹ് ഇറക്കി വിട്ടില്ലെങ്കിൽ മനുഷ്യനെ ഇറങ്ങി വരാൻ കഴിയില്ല. എവിടെ പോകണമെന്ന് അറിയില്ലല്ലോ. സ്വർഗം മാത്രമേ അവന് പരിചയമുള്ളൂ, ദുന്യാവ് പരിചയമില്ല. ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ആദം നബി ഹവ്വയും ചോദിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ്. അതൊന്നും ഖുർആൻ വിശദമായി പറയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു, എങ്ങോട്ട് ഇറങ്ങിപ്പോവാ? അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരുപാട് സംഭാഷണങ്ങൾ ആദം നബിയും അള്ളാഹുമായി നടന്നിട്ടുണ്ടാവും. അപ്പൊ അള്ള പറയുന്ന അടുത്ത സെന്റൻസ് വേണം, വലക്കും ഫിലാത്തി മുസ്തഖറും മതാഉൻ. ഭൂമി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ഒരു നിശ്ചിത കാലം വിഭവങ്ങളുണ്ട്, അവിടേക്ക് പോയിക്കൊള്ളാനാണ്. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ്. ഭൂമിയിൽ തന്നെ 2 സ്ഥലങ്ങളിലേക്കാണ് വന്ന് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത്. ആദസ്പീക്ക് എന്ന് പറഞ്ഞ സറന്ദീപ്, സിലോൺ, ശ്രീലങ്ക എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആദം നബി വന്നതെന്നും ഹവ്വ ജിദ്ദയിലാണ് വന്നതെന്നും ചരിത്രപരമായ ഒരുപാട് തെളിവുകൾ നിരച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നത്. അവർ കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് തിരിച്ചറിവ് അറഫ എന്ന പേര് തന്നെ മലയ്ക്ക് വന്നത് എന്നും ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർ ഭൂമിയിലേക്ക് വരുന്നു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഞാൻ എന്റെ മാർഗനിർദ്ദേശങ്ങളുമായി ഒരുപാട് ആളുകളെ പ്രവാചകന്മാരെ വിടും, നീയും നിന്റെ സന്താനങ്ങളും ഒക്കെ അതിനെ പിൻപറ്റിയാൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. വിഷമങ്ങളും പ്രയാസങ്ങളും തീരെ ഇല്ലാതെ എന്നല്ല അല്ലാതെ പറഞ്ഞത്. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജയിച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഈ സംഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ദുനിയാവിൽ വന്നത്, മനുഷ്യന്റെ ഭൂമുഖത്തെ ജീവിതം ഒരു താൽക്കാലിക ഇടത്തവളം മാത്രമാണ്. ശാന്തം ശാശ്വതവുമായി ദീർഘകാലം ഇവിടെ ജീവിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലല്ല. വളരെ അടിസ്ഥാനപരമായി മറ്റെല്ലാ തത്വസംഹിതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇവിടെ വന്നത് പോകാനാണ്, തീർച്ചയായും പോയേ പറ്റുള്ളൂ. നമ്മുടെ മുൻഗാമികളെല്ലാവരും പോയിട്ട്, എത്ര കൊലകൊമ്പന്മാരായ ആളുകളും പോയിട്ടുണ്ട്, മഹാന്മാരായ പ്രവാചകന്മാരും പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങളെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, മുഹമ്മദ്, അള്ളാഹു നിന്നോടൊരു സംഗതി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് മനുഷ്യരിൽ ആർക്കും ഇങ്ങനൊരു അവസരം നൽകിയിട്ടില്ല, ഇനി ആർക്കും നൽകുകയുമില്ല. ഒന്നുകിൽ നിനക്ക് ഈ ഇന്നത്തെ വിജയത്തിന്റെ വീതിയിലൂടെ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങാം. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആലോചിക്കേണ്ടവരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ വരുന്നു അത്യുന്നതത്തിലെ മിത്രത്തോടൊപ്പം. അപ്പൊ ഇവിടത്തേക്കാൾ വലിയ പ്രാധാന്യമുള്ള, അനുഭൂതിയുള്ള, ശാശ്വതമായ, നിലനിൽക്കുന്ന ഒരു ലോകമാണ് ആ ലോകം, സ്വർഗീയാനുഭൂതിയുടെ ലോകമെന്ന ഉറച്ച ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പ്രവാചകനെ തിരഞ്ഞെടുക്കാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ദുനിയാവില് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ ആ സ്വർഗം എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു നട്ടാൽ ഈ പ്രയാസങ്ങൾ അതിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഈ വേദനകൾ പല തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നത്. നമുക്ക് വേദന പലതരമുണ്ട്. കണ്ണുവേദന, ചെവി വേദന, ശരീരാവയവങ്ങളിലുള്ള വേദന. ശരീരം മുഴുവൻ വേദന എടുക്കും, ശരീരാവയവങ്ങളുള്ള വേദന. ചെവി വേദന പോലെ അല്ല കണ്ണുവേദന, കണ്ണുവേദന പോലെ അല്ല പല്ലുവേദന, പല്ലുവേദന പോലെ അല്ല വയറ്റുവേദന. ഇത് വേദനയാണ് ഒടുവിൽ അനുഭവിക്കുന്നത്. പണം നഷ്ടപ്പെട്ടു പോയാൽ വേദന ഉണ്ടാവും, വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചുപോയ വേദന ഉണ്ടാവും, ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ വേദന ഉണ്ടാവും, അതുപോലെ ഉള്ളത് നഷ്ടപ്പെട്ടു പോയാൽ വേദന ഉണ്ടാവും, കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചാലും വേദന ഉണ്ടാവും. എല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവായ, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് സംതൃപ്തി നൽകാത്ത എല്ലാ സംഗതികളും ഒടുവിൽ മനുഷ്യന് സമ്മാനിക്കുന്നത് വേദന മാത്രമായിരിക്കും. വേദനയാണ് യഥാർത്ഥത്തിൽ ഒടുവിൽ നമ്മൾ അനുഭവിക്കുന്നത്. എന്താണ് ഈ വേദന? ലോകത്ത് ഒരാൾക്കും ഭാഷയിലെ വാക്കുകളിൽ വേദന എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാ മനുഷ്യർക്കും അനുഭവിച്ചറിയാൻ പറ്റുകയും ചെയ്യും. ഇതൊരു മഹാത്ഭുതമാണ്. അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം വാക്കുകളിലൂടെ വിവരിക്കാൻ പറ്റില്ല. പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഉടൻ തിരിയും. പല്ലുവേദന ഒരിക്കലും വരാത്തതുകൊണ്ട് അതിന്റെ കാഠിന്യം മനസ്സിലാവില്ല, വരാത്തവന്. അതുപോലെ പലതരം വേദനകൾ. ഈ വേദനകൾ അനുഭവിക്കുന്നവന് മാത്രം സ്വന്തമാണ്, കേൾക്കുന്നവന് ചെറിയൊരു ചിത്രമേ കിട്ടുള്ളൂ. കാരണം കേൾക്കുന്നവനും അതുപോലെ അനുഭവിക്കാൻ പോയാൽ പിന്നെ അർത്ഥമില്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും വേദന അവനവന് സ്വന്തമാണ്. ഈ വേദന ഒരുതരം അസ്വസ്ഥത ഉണ്ടാക്കും, ക്ലേശഭാരം കൂട്ടും. യഥാർത്ഥത്തിൽ ക്ലേശമാണ് ഭൗതിക ജീവിതത്തിന്റെ മുഖമുദ്ര. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. കബദിലായി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു.
ക്ലേശം സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. മനുഷ്യനെ ക്ലേശനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, പക്ഷെ ക്ലേശം സഹിക്കാനും അതിജയിക്കാനുള്ള കഴിവും അവന് നൽകിയിട്ടുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹൻ, ഖാദിഹ് കബദ് പോലെ ഖദ്ഹ് എന്ന് പറയുന്ന മറ്റൊരു പദം. ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖിഹി, നിന്റെ രക്ഷിതാവിലേക്ക് കഠിനമായ പ്രയാസങ്ങൾ തരണം ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് നീ, അങ്ങനെ നീ അവനെ കണ്ടുമുട്ടുന്നു. അപ്പൊ വേദന എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് അനിവാര്യമായ ഒരു സംഗതിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ വേദന പല പനിയുള്ള വേദനയാണ്, ശരീരവേദന വേദനയാണെന്ന് പറഞ്ഞതുപോലെ സ്ഥാനമാന നഷ്ടങ്ങൾ വേദനയാണെന്ന് പറയുന്നത് വിവിധ തരം വേദനകൾ. ഈ വേദനകൾ രണ്ട് തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് വളരെ രസകരമായ ഒരു സംഗതിയാണ് അല്ലാഹു തആല അതിലൂടെ നമ്മൾ പറയുന്നത്. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേൾക്കാതെ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല അവരെ വേദനിപ്പിക്കും. ആദ്യമായി ചെയ്തതാണ് അല്ല പറഞ്ഞത് ധിക്കരിച്ച് ആദവും ഹവയും പ്രവർത്തിച്ചപ്പോൾ വേദനിപ്പിച്ചു, നഷ്ടപ്പെടുത്തി, ഉള്ള സുഖം നഷ്ടപ്പെടുത്തി വേദനിപ്പിച്ചു. ഇത് അള്ളാന്റെ ഒരു പോളിസിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ചം, അവന്റെ ഭൂമി, അവന്റെ ജീവിതം, അവൻ സൃഷ്ടിച്ച മനുഷ്യൻ, അവന്റെ വിഭവങ്ങൾ, ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ അടിമ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. പിടിച്ചു വെച്ചല്ല, നന്ദിയുള്ളവനാണ്, മനുഷ്യന്റെ തന്നെ നന്മയ്ക്കാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അതിന്റെ അനന്തരഫലം അനുഭവിപ്പിക്കും. എപ്പോഴും അനുഭവിക്കില്ല, അത് അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷേ അധികം സംഗതികളിലും ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, കടലിലും കരയിലും നാശം വെളിപ്പെട്ടിരിക്കുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു സംഗതി, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് അന്തരീക്ഷത്തിലുണ്ട് ന്യൂക്ലിയർ വാർഫെയർ ഒക്കെ നടക്കുന്നത് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടാണ്. കരയിൽ എന്തായാലും കുഴപ്പമുണ്ട്, കടലിലും കുഴപ്പമുണ്ട്. ഹോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് അമേരിക്ക പറഞ്ഞത് ഹോർമോസ് കടൽ മുടുക്ക് ഇറാൻ അടക്കിയാണെങ്കിൽ ഏത് സന്നിഗ്ധ ഘട്ടത്തെയും തരണം ചെയ്യാൻ അമേരിക്കൻ പട്ടാളത്തിന് കഴിവുണ്ട് എന്നാണ് ഇന്നലെ അമേരിക്ക പറഞ്ഞു. അപ്പൊ കടലിലും നാശം, കരയിലെ നാശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, അതായത് കടലിലും കരയിലും നാശം, ഫസാദിത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമായിട്ട്. ഈ നാശം സ്വയം ഉണ്ടാവുന്നതല്ല എന്ന് അടുത്ത ആയത്തിൽ നമുക്ക് മനസ്സിലാക്കും. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ, അവർ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലം ചിലതെങ്കിലും അവർക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫസാദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ളത്. ഫസാദ് ഉണ്ടാക്കണ ഇബ്ലീസാണ്. ഇബ്ലീസ് അള്ളാഹുവിന്റെ കൺട്രോളിൽ തന്നെയാണ്. ഏത് നിമിഷവും ഇബ്ലീസിനെ അള്ളാഹുവിനെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒരു നിശ്ചിത സമയം അല്ലാഹു തആല വിട്ടുകൊടുക്കും. മനുഷ്യന്മാര് ചെയ്തു വെക്കുന്നതിന്റെ പ്രവർത്തനത്തിന്റെ അനന്തരഫലം അവരനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ സമയം ഇബ്ലീസിനെ വിട്ടുകൊടുക്കുക, അനുവദിച്ചു കൊടുക്കുകയാണ്. ഇബ്ലീസ് പണ്ടേ ചോദിച്ചു, അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ ഖിയാമത്ത് നാൾ വരെ നീ എന്നെ ബന്ധിക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞു. അന്നെങ്ങാൻ അള്ളാഹ് അനുമതി കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം കഴിച്ചിട്ടാവുമായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഞാൻ ഖിയാമത്ത് നാൾ വരെ നിന്നെ ബന്ധിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് നേരിട്ട് ഖുർആനിൽ തന്നെ പറയാം. അതിന്റെ യുക്തി നമുക്കറിയില്ല. കാരണം നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ മനുഷ്യന് ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം ഏർപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ ചില സംവിധാനങ്ങൾ വേണമെന്ന് മഹായുക്തിജ്ഞനായ അല്ലാഹു തആല തീരുമാനിച്ചത് അംഗീകരിക്കാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നാശം പൊട്ടിപ്പുറപ്പെടുന്നത്, സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുന്നത് മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അവന്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. അവന്റെ ഉമ്മയും വാപ്പയുമാണ് ആദ്യം ഇൻഡിസിപ്ലിൻ കാണിച്ചത്, അക്രമം കാണിച്ചത്. അങ്ങനെയാണ് അവർക്കുള്ള സുഖം പോയത്. ഇപ്പൊ മനുഷ്യന്മാരതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അക്രമം കൂടുന്തോറും അല്ലാഹു തആലയുടെ ശിക്ഷയും കൂടിക്കൊണ്ടേയിരിക്കും, പരീക്ഷണം കൂടിക്കൊണ്ടേയിരിക്കും. ഈ അക്രമത്തിൽ അതുപോലെ തന്നെ മാർഗദർശനം വേണ്ടെന്ന് വെച്ച് തോന്യാസം കാണിക്കുന്ന ആളുകൾ ഫാസിഖാണ്, കാഫിറാണ്, മുശ്രിക്കാണെന്നൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. ഏതാണ്ട് 58 സ്ഥലങ്ങളിൽ ഈ ശഠിച്ചു നിൽക്കുന്ന അക്രമത്തിൽ, സത്യനിഷേധത്തിൽ ശഠിച്ചു നിൽക്കുന്ന ആളുകളെ വേദനാജനകമായ ശിക്ഷ കൊണ്ട് ഒടുവിലെ ഗേഹം നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
വല്ലദീന കഫറൂ ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ഫുറൂൻ. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് തിളച്ച വെള്ളമാണ് പാനീയം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. പക്ഷെ ശിക്ഷ എന്നാൽ വേദന അനുഭവിക്കുക എന്നുള്ളതാണ്. ശിക്ഷ എന്നാൽ വേദന അനുഭവിപ്പിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ജയിൽ ശിക്ഷ അതൊരു തരം ഭയങ്കരമായ പീഡനമാണ്. മാനസിക മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള ഇഷ്ടം, താല്പര്യം, ഇങ്ങനെ ചുറ്റി നടക്കണം, ഇതൊക്കെ അതിനെ കട്ട് ചെയ്താൽ അവന്റെ മാനസികമായ എല്ലാ ശക്തിയും ചോർന്നു പോകും. അതാണ് കാരാഗ്രഹം ഭയങ്കരമായ ഒരു വേദനയുടേതായിരുന്നു. ജയിൽ അങ്ങനെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത്. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ തടഞ്ഞ് കൂറ്റുവെല്ലാം കിട്ടാൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനയുടേതാവും. അതുകൊണ്ടാണ് ജയിലൊരു ശിക്ഷയായി മാറുന്നത്. അല്ലെങ്കിൽ സ്ഥലത്ത് പിടിച്ചടക്കിട്ട പ്രശ്നമൊന്നുമില്ല. സാധാരണ മനുഷ്യനെ വിഷാദ രോഗിക്ക് ചിലപ്പോൾ പിടിച്ചടക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇവിടെ അദാബുൻ അലീം എന്ന് പറഞ്ഞ വേദനാജനക 58 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു. അതായത് ധിക്കാരപൂർവം അനുസരണക്കേടിൽ ഷടിച്ചു നിൽക്കുന്ന ആളുകളെ നാം കഠിനമായ വേദനയുടെ ശിക്ഷ അനുഭവിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ കഠിനമായ വേദനയുടെ ശിക്ഷയിലേക്ക് മനുഷ്യന്മാര് പൊയ്പോവും, അങ്ങനെ ധിക്കാരിച്ചു നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ കാരണം ആ കഠിന ശിക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പ് ദുന്യാവിൽ വെച്ച് ചെറിയ ശിക്ഷ കൊടുക്കും. ചെറിയ ശിക്ഷ കൊടുക്കണം എന്തിനല്ല, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വരാൻ, അതായത് ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങി വരാൻ. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സ്നേഹമില്ലായ്മയും അടികൂടലുകളും അതുപോലെ മാത്സര്യങ്ങളും മറ്റ് എന്തെല്ലാം ഉണ്ടോ മനുഷ്യ മനസ്സിന് ഇഷ്ടമില്ലാത്തതായി ദുന്യാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഏർപ്പാടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് നൽകുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മരിച്ചുപോയാൽ അങ്ങനെ വല്ലാണ്ട് ബേജാറാവേണ്ടതില്ല. എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ നിലവിട്ട് വിളിക്കേണ്ടതില്ല, ചികിത്സിക്കേണ്ടതില്ല എന്നല്ല അർത്ഥം. ചികിത്സിക്കേണ്ടതില്ല എന്നല്ല പറയണത്, ചികിത്സിക്കണം. പക്ഷേ വല്ലാണ്ട് ബേജാറായാലും വിളിക്കേണ്ട. ഉള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ വല്ലാണ്ട് ബേജാറാവേണ്ടതില്ല. കാരണം ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന മനുഷ്യനെ അവന്റെ നിസ്സഹായത ബോധ്യപ്പെടുത്തുന്നു. ഇതാ പ്രശ്നം. നല്ല നിലയ്ക്ക് ഭക്ഷണം കൊടുക്കുക, നല്ല ശമ്പളം, നല്ല ജോലി, നല്ല ഭാര്യ എന്നൊക്കെ പറയുന്നത് നല്ല അവനിഷ്ടപ്പെട്ട നല്ല വീട്, നല്ല കാറ്, നല്ല കൂട്ടുകാര്. പിന്നെ അവൻ ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്നതാണ് അല്ലാഹു തആല പറയുന്നത്. ഞാനല്ല, അല്ലാഹു പറയാ. മനുഷ്യന് സമൃദ്ധി ഫസാദ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പറയുന്നത്. സമൃദ്ധമായ ഒരു നാട് വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമൃദ്ധി പരലോകത്തിൽ ലക്ഷ്യം വെക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സമൃദ്ധിയെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ കുറെ മെറ്റീരിയൽസിന്റെ സമൃദ്ധിയെ കുറിച്ചാണ്. ഒരുപാട് കൃഷിയും ഒരുപാട് കച്ചവടവും നാലാള് ബഹുമാനിക്കുന്ന നാട്ടിൽ ഞെളിഞ്ഞ് നടക്കാൻ പറ്റുന്ന ഭൗതിക സമൃദ്ധിയെ കുറിച്ചാണ് നമ്മൾ ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ വികസനം അതല്ല, അത് നമ്മളെ പഠിപ്പിക്കുന്ന അതല്ല. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു വിഭവം വിശാലമാക്കിയിരുന്നെങ്കിൽ അധികം ആളുകളും ഇവിടെ അക്രമം പ്രവർത്തിക്കുമായിരുന്നു എന്ന് സർവജ്ഞനായ രാജതമ്പുരാൻ വിളംബരം ചെയ്യാം. എല്ലാം അറിയുന്ന രക്ഷിതാവ് പറയാ. നമുക്ക് തന്നെ അറിയാം, നല്ല മത്സ്യം കിട്ടിയാൽ ഉച്ചയ്ക്ക് ശേഷമാണ് മത്സ്യം കിട്ടിയെങ്കിൽ അസറും മഗ്‌രിബൊക്കെ പോകും. പെണ്ണുങ്ങളെ കാര്യമാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു സദ്യ, ഒരാഘോഷം ഉണ്ടായാൽ അത് ആഘോഷത്തിന് സദ്യ ഉണ്ടാക്കുന്നവരൊക്കെ ദുഹറും അസറും ഒക്കെ പോകും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആരെയും ഏതെങ്കിലും വ്യക്തിയെ കുറ്റം പറയാൻ വേണ്ടിയല്ല. നമുക്കെന്തെങ്കിലുമൊക്കെ സാധാരണയിൽ അല്പം കൂടുതൽ കിട്ടിയാൽ, എക്സ്ട്രാ കിട്ടിയാൽ അള്ളാഹുമായിട്ട് അടുക്കുന്നതിന് പകരം അകന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. ഓരോരുത്തരും അവരവനെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതൊന്നും സാരമില്ല എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കുറെ ആളുകൾ, അത് വേറെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, അപ്പോ നമ്മളെ ഈ നിസ്സഹായ അവസ്ഥ ഒന്ന് മാറിപ്പോകുന്നില്ല. ഒരു മനുഷ്യന് അവന്റെ കൈവശം ആവശ്യമായ പണവും അധികാരമൊക്കെ ഉണ്ടെങ്കിൽ, അധികാരമുള്ളപ്പോഴാണല്ല അഹന്ത കൂടുക. അവന് വിചാരിക്കും ഞാൻ എന്നെ വെച്ചിട്ടാരില്ല. അങ്ങനെ വലിയ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ മുതലാളി കാറോ മുതലാളിയാണ്. അവനെ ഭൂമി പിടിച്ചു പിടിക്കും. വലിയ അധികാരി
അധികാരത്തിന്റെ കൂട്ടത്തിൽ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒക്കെ ഒരു നിശ്ചിത കാലഘട്ടം മാത്രമല്ല. പണ്ട് ഏകാധിപതികളായ അധികാരികളുണ്ടായിരുന്നു, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരികൾ. ഭൂമിയിലെ അധികാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അധികാരിയായി വലിയ ഓഫീസറാണ് നമ്മൾ അധികാരി എന്ന് പറയുന്നത്. ഞാൻ അധികാരി എന്ന് ഉദ്ദേശിച്ചാൽ അധികാരം കൈയാളുന്ന ആള് എന്നുള്ള. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പ്രഖ്യാപിച്ച ഫറോവൻ റംസീസ് രണ്ടാമൻ ഓനെ കടലിൽ മുക്കിയിട്ട് പോകുന്നു. ചരിത്രം അതിന് സാക്ഷിയാണ്, ഡെഡ് ബോഡിയും സാക്ഷിയാണ്. അപ്പൊ അധികാരം കിട്ടിയാൽ മനുഷ്യൻ അക്രമം കാണിക്കുമെന്നുള്ളതിന് ചൂണ്ടിക്കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് തെളിവുകളുണ്ട്. അല്ലാഹ് അവന്റെ അടിമകളെ ചൂണ്ടിക്കാണിക്കുക. പണം കിട്ടിയാൽ മനുഷ്യൻ അഹങ്കാരം കാണിക്കും, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാം എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ വിഭവവും പണവും ഒക്കെ എന്താ പടച്ചമ്പര ഇങ്ങനെ നമ്മളെ ദാരിദ്ര്യത്തിലിടുന്നത്, എന്നെ ഇങ്ങനെ എന്തിനാ മാനസികമായും ശാരീരികമായ വേദനയിടുന്നത് എന്ന് ചോദിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല എന്ന് പ്രവാചകന്മാർ വരെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ, ഇല്ലായ്മ അനുഭവിക്കുമ്പോൾ, ഉള്ളതില്ലാതായി പോകുമ്പോൾ നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് നോക്കിയിട്ട് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ എന്തിനാണ് ഇങ്ങനെ എന്തിനാ പരീക്ഷ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പരീക്ഷ എന്നൊക്കെ ചോദിക്കാം. അല്ല നമ്മളൊരു സത്യം പറഞ്ഞു പഠിപ്പിക്കുക, ഇത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. വേദന അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. ഏതോ ഒരു തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോക നേതാക്കന്മാർക്കൊക്കെ വറട്ടി ചൊറി പിടിച്ചിരുന്നെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുമായിരുന്നില്ല, അവന്മാര് അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളായിരുന്നു. നല്ല അർത്ഥവത്തായ ഒരു സംഗതിയാണ്. കാരണം അവർക്ക് അധികാരവും വ്യാമോഹം കൊണ്ടപ്പോൾ ലോകത്തിലെ ജനങ്ങളെ വെട്ടിവാരണ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കാനുള്ള പുലിസ് ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയത്. അപ്പോ വേദന പനി വരുമ്പോ, ജലദോഷം വരുമ്പോ, ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷയാണ്. നീ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു കടിഞ്ഞാണാണ് എന്നുള്ളതാണ്. ഈ തത്വശാസ്ത്രം ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് ജീവിത പ്രയാസങ്ങൾ അതിജയിക്കാൻ സാധിക്കുക എന്നുള്ളത്. ലഅല്ലഹും യർജിഊന, നാം അത് ചെയ്യുന്നത് അവരവരുടെ നിസ്സഹായത മനസ്സിലാക്കിയിട്ട് അവരുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, അവന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ, അവന് മാത്രമേ നിലനിർത്താൻ കഴിയൂ. ഈ അംസസുകല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വൻ യുരിദുക ബിഖൈറിൻ ഫലാ റദ്ദ ലിഫളിഹി. ഇത്ര സ്ഥലത്താണ് പഠിച്ചോൻ പറയുന്നത്. അല്ലാഹു നിനക്ക് ഒരു മോശം, ഒരു തിന്മ വെച്ചാൽ അവനല്ലാതെ മാറ്റാൻ മറ്റാരില്ല. അല്ലാഹു നിനക്കൊരു നന്മ തന്നാൽ അത് ഫളല്, ആ ശ്രേഷ്ഠത റദ്ദ് ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ല. അപ്പൊ കരകളഞ്ഞ തൗഹീദിന്റെ ഒരു യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിൽ അങ്ങനെ ആഴ്ത്തി ഇറക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹുവാണ് രക്ഷകൻ, അവനനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഭൗതികമായ ജീവിത വിഭവങ്ങൾ വർദ്ധിക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതാണ് ലോക ചരിത്രത്തിൽ മനുഷ്യന്മാർ മുഴുവൻ കാണിച്ചിട്ടുള്ളത്. അവരാണ് നാശം, അവർക്കാണ് നാശമുണ്ടായത്. ഒരുപാട് കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മഹാചൊരിച്ചിലാണ്. അല്ലാഹു തആല പറയുന്ന എല്ലാ സംഗതിയും മാ അസാബ മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കതീർ. ഒരു കാര്യം, അല്ലാഹു കാരുണ്യവാനാണ്, സൃഷ്ടികളോട് അങ്ങേയറ്റത്തെ കരുണയുള്ളവനാണ്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും അവനെ ഉടൻ പിടിച്ച് ശിക്ഷ ഏർപ്പെടുത്തുന്നില്ല. അപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ അല്ലാഹു തആല വേദനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ചില ആളുകളങ്ങൾ വിചാരിക്കും, ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തിട്ട് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിന് അല്ലാഹു തആല മറുപടിയാണ്, എല്ലാ തെറ്റുകൾക്കും നാം നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കൂല, വിട്ടുതരും. യഅഫുവൻ കസീറൻ, അവൻ മഹാകാരുണ്യവാനായതുകൊണ്ട് മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അവൻ അല്ലാഹു തആലക്ക് നന്നായി അറിയുന്നുള്ളത് കൊണ്ട് അവൻ ഒരുപാട് സംഗതികൾ വിട്ടുമാപ്പാക്കി തരും. എന്നിട്ടും വേദനാജനകമായ ശിക്ഷയിലേക്ക് പോകണമെങ്കിൽ ഷടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദുന്യാവിൽ തന്നെ ആ വേദന അനുഭവം. ചിലപ്പോൾ ആളുകൾക്ക് ഈ നഷ്ടം വന്നാലും കഷ്ടം വന്നാലും വീണ്ടും ധിക്കാരം പറഞ്ഞിരുന്നു, അവൻ അദാബിൻ അലീം. നമ്മളിതറിയാം, ആദ്യം ഒന്ന് ഉപദേശിച്ചു, ഇല്ലെങ്കിൽ 2 അടി പഠിക്കും സ്കൂളിൽ, വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. ആദ്യം നല്ലോണം ഒന്ന് പറഞ്ഞു കൊടുക്കുക പഠിച്ചോ, ഇല്ലെങ്കിൽ 2 അടി. ഈ അടിക്കണത് വാപ്പ മകനെ അടിക്കണത് കൊല്ലാനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മ മകനെ അടിക്കണത് കൊല്ലാനല്ല, അതെല്ലാവർക്കും അറിയാം. അത് ജീവിതത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. അല്ലാഹു തആല നമുക്കൊരു പനി വെക്കുന്നത്, രോഗം വെക്കുന്നത്, വേദന വെക്കുന്നത്, നഷ്ടം വെക്കുന്നത് ആ പരീക്ഷണം കൊണ്ട് നമ്മളെ നശിപ്പിക്കാനല്ല, തളർത്താനല്ല, പിന്നോട്ടടിപ്പിക്കാനല്ല. അള്ളാഹുവിന്റെ മഹാകാരുണ്യമാണ്. നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരു കടിഞ്ഞാണാണ് ഇത്തരം സംഗതികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. ഈ അനാവശ്യം, അതായത് ധിക്കാരപരമായ ഒരു പ്രവൃത്തി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ, അനുസരണക്കേടുണ്ടായാൽ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നാം ശിക്ഷ ഏർപ്പെടുത്തും എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ തന്ന കൂട്ടത്തിൽ ഇറാഖിലെ നിനവ പട്ടണത്തിലെ പ്രവാചകനായ യൂനുസ് നബിയുടെ കഥ എടുത്ത് പറയുന്ന ആദ്യ വാചകങ്ങളാണ് ഞാൻ നിങ്ങളെ ആദ്യം കൽപ്പിച്ചത്. വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, യൂനുസ് മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹം നാട്ടിൽ പ്രബോധനം നടത്തി സത്യം പറഞ്ഞു കൊടുത്ത ആളുകൾ കേട്ടില്ല. അവസാനം അള്ളാഹ് പറഞ്ഞു, ഞാൻ അവരെ ശിക്ഷിക്കും എന്ന് നീ അവരോട് പറയാ. നബി പ്രഖ്യാപിച്ചു, അള്ളാഹിന് ശിക്ഷ ഉടനെ വരും. അപ്പൊ നബി ഉദ്ദേശിച്ച സമയത്ത് ശിക്ഷ വന്നില്ല. ജനങ്ങൾ നബിയെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ മൂപ്പര് മനസ്സിലാക്കി, ഈ ആളുകളെ നന്നാക്കിയിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ തളച്ചു കിടേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നന്നാക്കാമെന്ന് മൂപ്പർ സ്വയം തീരുമാനിക്കുകയും ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയും അങ്ങനെ കടൽ തീരത്തെത്തുകയും ഒരു കപ്പലിൽ ചെന്ന് കയറുകയും കപ്പൽ ആടി ഉലയുകയും ഏതോ ഒരു വൃത്തം കെട്ടവൻ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് അവരത് പറയും. ബൈബിൾ കഥകളിൽ വളരെ വിശദമായത് പറയുന്നുണ്ട്. എന്നിട്ട് നരക്കെടുക്കുകയും അല്ലാഹു തആല പറയാം. അത് അത്രയും കാര്യങ്ങൾ ബൈബിളിലാണ്. മറ്റത് അവന് നരക്കെടുപ്പിൽ പെട്ടു തോറ്റുപോയി. അങ്ങനെ അപമാനിതനായി കടലിലേക്ക് എടുത്തെറിഞ്ഞപ്പോ ഒരു വലിയ മത്സ്യം വന്ന് അതിനെ വിഴുങ്ങിപ്പോയി. വളരെ വളരെ ഒരു വെൽ പ്ലാനാണ്. മത്സ്യം വന്ന് വിഴുങ്ങിപ്പോയി. അവസാനം മത്സ്യത്തിന്റെ വയറ്റിലെ അന്ധകാരത്തില് ആ മത്സ്യത്തിന്റെ വയറ്റിലെ അന്ധകാരത്തിൽ അവൻ അങ്ങനെ വിളിച്ചുപോയി, പടച്ച തമ്പുരാനെ, നീയല്ലാതെ ഇലാഹില്ലല്ലോ, നീ എത്ര പരിശുദ്ധൻ, ഞാൻ എത്ര അക്രമിയായി പോയിരിക്കുന്ന തമ്പുരാനെ എന്നവനങ്ങനെ വിളിച്ചുപോയി. അവനെങ്ങാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ലോകാവസാനം വരെ അതിന്റെ വയറ്റിൽ തന്നെ വെക്കുമായിരുന്നു. പിന്നെ വളരെ ക്ഷീണിതനായ ഒരു സ്ഥലത്തേക്ക്, ഒരു ഊശ്വര ഭൂമിയിലേക്ക് അവനെ തുപ്പിയ മത്സ്യം. എന്നിട്ട് നാം അവിടെ ഒരു ചെടി വളർത്തി, ശാരീരികമായും മാനസികമായും ഒക്കെ നല്ല അവസ്ഥ. ആ ചെടിയുടെ കാറ്റ്, ആ ചെടിയുടെ ഇതളുകളിലൂടെ വരുന്ന കാറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് പുഷ്ടിപ്പെടുന്ന യഖ്തീൻ വൃക്ഷമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിന്റെ ഫലങ്ങൾ തിന്നു. യൂനുസ് നബി പുറത്തു വരുമ്പോൾ തൊലിയില്ലായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ. തൊലി പോയി മയറ്റിന്റെ മത്സ്യത്തിൽ 3 ദിവസം കളഞ്ഞിട്ട്. ഇപ്പൊ തൊലിയില്ലാതെ കൊണ്ട് ഭയങ്കരമായി നീറ്റിലായിരിക്കും. നാം അനുഭവിപ്പിക്കും അനുസരണക്കേടിന് മഹാനായ പ്രവാചകനെ പോലും ഇങ്ങനെ പച്ചയായി ശിക്ഷിച്ച് നിങ്ങളുടെ മുന്നിൽ ഇതാ കാണിച്ചു തരുന്നു, പിന്നെ നിങ്ങളെവിടുന്ന പ്രശ്നമില്ല എന്നാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് അപ്പോ ഇസ്തിഗ്ഫാർ ചെയ്തു. അപ്പൊ വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ രക്ഷപ്പെടാനുള്ള ഒരു സംഗതി, ആർക്കെങ്കിലും വേദന ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, സങ്കടം ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂനുസ് നബി പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞോട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ വലിയ അർത്ഥവത്താണ്. നീയല്ലാതെ രക്ഷകനില്ല, നീയല്ലാതെ ആരാധനക്കർഹനില്ല, നീയല്ലാതെ സംരക്ഷണില്ല. അതിലുണ്ട് പക്ഷേ നീ മഹാപരിശുദ്ധനാണ്, ഞാനാണെങ്കിൽ മഹാ അക്രമിയായിപ്പോയി, നിന്നെ നിഷേധിച്ചു പോയി, എന്റെ നിസ്സഹായ അവസ്ഥ ഞാനിതാ അംഗീകരിക്കുന്നു നാഥ. സത്യം അതാണ്, സത്യം അംഗീകരിക്കണം, അതാണ് സത്യവിശ്വാസം, ഈ സത്യത്തിന്റെ പ്രഖ്യാപനം. അപ്പൊ ഓരോരുത്തരെയും ബാധിക്കുന്ന ഓരോ സംഗതിയും അവനവന് ഫിറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നത്. അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കൊള്ളാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباب مسلم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലം അവൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും, അവനെ നാം അനുഭവിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി മറ്റൊരു വ്യവസ്ഥയുണ്ട്. പ്രത്യക്ഷത്തിൽ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷമങ്ങൾ നൽകി പരീക്ഷിക്കുന്നത് അവന്റെ സുന്നത്തിൽപ്പെട്ടതാണ്
എന്നും അല്ലാഹു തആല പറഞ്ഞു. വനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വൽ സമറാത്തി വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم وأولئك هم المهتدون. ഭയം, പട്ടിണി, അതായത് ദാരിദ്ര്യം, ധനനഷ്ടം, ജീവനഷ്ടം, വെള്ളനാശം എല്ലാം പെട്ടതിനകത്ത്. എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഇത്തരം ഭയം, വിജയിക്കും നഷ്ടപ്പെടുമെന്ന് ഭയം. പല സംഗതികൾക്കും ഭയം. പോലീസിനെ പേടി, ഇൻകം ടാക്സുകാരനെ പേടി, സെയിൽ ടാക്സുകാരനെ പേടി, കൂലി തൊഴിലാളികളെ പേടി. എന്തെങ്കിലും സാധനം കൊണ്ട് ഇറക്കിയില്ലെങ്കിൽ നോക്കി നിന്നാൽ അതിനും കൂലി കൊടുക്കും. അങ്ങനെയാണ് ഈ രാജ്യം. അപ്പൊ എല്ലാത്തിനെയും പേടി. ഈ പേടി കൊണ്ട് ചിലർ ഭയങ്കരമായ പേടി, അതൊരു തരം ഹോബിയാണ്. ഒരുതരം ഭയം കൊണ്ടുള്ള ഒരു പരീക്ഷണം, അതൊരു മാനസിക രോഗമാണ്. പക്ഷെ ഒരു പരീക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പട്ടിണിയോ, കംപ്ലീറ്റ് പട്ടിണി അങ്ങോട്ട് മാറ്റിക്കളയാമെന്നല്ല. ലോകത്തിൽ ഇപ്പൊ UN കുറെ രാജ്യങ്ങളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ട്, അവരുടെ പൈസ എല്ലാം അങ്ങ് വാങ്ങിച്ച് നാട്ടിലെ ലോകത്തിലുള്ള 700-800 കോടി ജനങ്ങളെ മുഴുവൻ പട്ടിണി അങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച സാധ്യമാവില്ല. പട്ടിണി ഒരു പരീക്ഷണമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല വെച്ചുകൊണ്ടിരിക്കും. ദാരിദ്ര്യം ഒരു പരീക്ഷണമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല വെച്ചുകൊണ്ടിരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പണമില്ലാത്തതല്ല. ഓരോരുത്തരുടെ സ്റ്റേജ് ഓരോ രീതിയിലായിരിക്കും. പണക്കാരന് അവൻ്റെതായ പ്രശ്നങ്ങളാണ്. ഒരു നല്ല വിജ്ഞാനിക്ക് അവൻ ആവശ്യമുള്ള വിവരം കിട്ടിയില്ലെങ്കിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെടും. അതവനെ മാനസികമായി വിഷമിപ്പിക്കും. അവിടെയും വേദനയാണ് അന്തിമമായ ഫലം. അപ്പൊ എല്ലാ തരത്തിലുമുള്ള ആളുകളെ ഷോർട്ടേജ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. ഡിമാൻഡ് കൂടുതലായിരിക്കും, പ്രൊവിഷൻ കുറവായിരിക്കും, സ്റ്റോക്ക് കുറവായിരിക്കും. ഇപ്പൊ എങ്ങനെയാണ് പറയുന്നത്? ഡിമാൻഡ് കൂടുകയും സ്റ്റോക്ക് കുറവായും ചെയ്യുമ്പോൾ ഷോർട്ടേജ് അനുഭവപ്പെടും. എല്ലാ ഷോർട്ടേജും മനുഷ്യന് വേദന ഉണ്ടാക്കും. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ. ഒരാൾ നമ്മളെ നേരെ വരുന്നു, നല്ല സുഹൃത്താണ്, അയാൾ നമ്മളെ കണ്ടപ്പോൾ ചിരിച്ചില്ല, ഗൗരവത്തിൽ പോയി, അത് മതി, ഒറ്റ സംഗതി മതി അന്ന് മുഴുവൻ കൊളാവാൻ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ ഒരാൾ ഫോൺ ചെയ്തു, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി പറഞ്ഞു, ഇന്ന് എല്ലാം താറുമാറാവും, താളം തെറ്റും. ഭാര്യയും ഭർത്താവുമുള്ള ബന്ധത്തിൽ ചെറിയ പുറലേക്കാൻ ഒരു ചെറിയ വാക്ക് മതി. ഇവിടെയൊക്കെ വളരെ സസൂക്ഷ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഇതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കായി നടന്നല്ല, അതൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ നേരായ കാര്യങ്ങൾ നടക്കാൻ അല്ലാഹുവിനോട് ചോദിക്കും. വസ്ലിഹി ശൈനി കുല്ലഹാ, പഠിച്ചവനെ എന്റെ എല്ലാ കാര്യങ്ങളും നേരാക്കി തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കറുത്ത സ്ത്രീ, അവർക്ക് അപസ്മാര രോഗമാണ്. അപസ്മാരം ഇളകിയാൽ അവരുടെ വസ്ത്രം ഇല്ലാതായി പോകും, വസ്ത്രം ഒഴിഞ്ഞു പോകും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, എനിക്ക് ഈ രോഗമാണ് റസൂലേ, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, എന്റെ രോഗം മാറാനൊന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, കാരുണ്യത്തിന്റെ മഹാതിരുദൂതൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. റസൂല് മറുപടി പറഞ്ഞില്ല, നീ ക്ഷമിക്കുമെങ്കിൽ അതിന് പകരമായി നിനക്ക് സ്വർഗം തരും, നിത്യാനന്ദത്തിന്റെ സ്വീകാരം. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, അത് വരുമ്പോ എന്റെ വസ്ത്രം മാറി എന്റെ ലജ്ജ പുറത്താവാതിരിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു. അത്രമാത്രം ആ രോഗമായി അവർ മുന്നോട്ട് പോകുന്നു. സ്വർഗം എന്ന യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, 2 കണ്ണ് കാണാത്തൊരു മനുഷ്യൻ, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചാൽ പകരം നാം സ്വർഗം കൊടുക്കാം. അപ്പോ കണ്ണിനെ ട്രീറ്റ് ചെയ്യണ്ടേ? ഇവിടെ ഒരുപാട് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നല്ല നിരുത്സാഹപ്പെടുത്താണ് മൗലവി എന്ന് ചോദിക്കും. അല്ല, തല കുത്തനെ വായിക്കരുത്. നിന്റെ ശബ്ദം താഴ്ത്തുക എന്ന് പ്രസംഗിക്കുമ്പോ എന്നാ മൗലവി എന്ത് ഉച്ചത്തിലാ പറയണമെന്നാണ് കണ്ടുപിടിക്കുന്ന ആളുകൾ. നല്ല രീതിയിലാണ് അത് കാര്യങ്ങൾ സെൻസ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, അതിലെന്താ പഴുതുണ്ട് എന്ന് തന്നെ അന്വേഷിക്കണം. റസൂലിന്റെ സദസ്സിലുണ്ടായിരുന്ന മുനാഫിക്കുകളുടെ സ്ഥിരം സ്വഭാവം അതായിരുന്നു. ഖുർആൻ മുഴുവൻ പറയുന്നത്, ഒരായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പഴുതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയും മനുഷ്യന്മാർ പല വിധത്താണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ നടത്തത്തിൽ മിതത്വം പാലിക്കുക, സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക.
പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ മിതത്വം പാലിക്കാൻ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതുപോലത്തെ മെമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ സംസാരിക്കുകയും ഗൗരവമുള്ള വിഷയം വരുമ്പോൾ മുഖത്ത് രക്തം കട്ട വരുന്നത് പോലെ തോന്നുകയും ചെയ്തതെന്ന് സഹാബാക്കരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പള്ളിയിലെ മല നിങ്ങളെല്ലാം നന്നായിരിക്കണം, നല്ല സുഖത്തിൽ നല്ല അള്ളാഹു പറഞ്ഞു കേൾക്കണം, റസൂല് പറഞ്ഞു കേൾക്കണം, നിങ്ങൾ നേരത്തെ പള്ളിയിൽ വരണം, കൃത്യമായിട്ട് സമയത്തിന് പള്ളിയിൽ വരണം, ഒന്നു കൊടുക്കണം, മര്യാദ കൂടെ ഇരിക്കണം. എത്ര ആൾ കേൾക്കും? അങ്ങനെ ഉള്ള മനുഷ്യനെ പഠിച്ചിട്ടില്ല. മനസ്സിൽ ഇറങ്ങിക്കൊള്ളുന്ന രീതിയിലൊന്ന് പറയണം എന്നുള്ളതാണ്. ചിലർക്കത് വിഷമം ഉണ്ടാക്കും. വിഷമം ഉണ്ടാവാൻ വേണ്ടി പറയണത്. വിഷമം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത്? വിഷമം ഉണ്ടാവണം, എന്നിട്ട് ഞാനാണ് തെറ്റുകാരൻ എന്നവന് ബോധ്യം ഉണ്ടാവണം. അത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് എന്നെടുക്കണം. അല്ലാതെ ഈ ചങ്ങാതിക്ക് വേറെ പണിയൊന്നുമില്ല, വെള്ളിയാഴ്ച ഇങ്ങനെ വന്ന് വിളിച്ചു പോവാണ് എന്ന് ചിന്തിക്കുന്നവൻ മനസ്സ് വേറെയാണ്, ഈമാനില്ലാത്ത മനസ്സാണ്. ഒപ്പച്ചായിട്ട് തന്നെ പറയാം, ഈമാനില്ലാത്ത മനസ്സാണ്. ഈമാനുള്ള മനസ്സ് വിനയാന്വിതമായി നടക്കുക. ശബ്ദം താഴ്ത്തണം എന്ന് പറഞ്ഞപ്പോ അത് എന്നാ മൗലവി എന്തിനാ ഉച്ചത്തിൽ സംസാരിക്കണത് എന്ന് ചിന്തിക്കുന്ന മനസ്സുകളും ഇവിടെ ഉണ്ട്. അതുപോലെ ഒരു ആളിന് ദ്വാരക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി പറയാ. അപ്പൊ പറഞ്ഞ് സ്വർഗം തരാം. അപ്പൊ രോഗം ചികിത്സിക്കണ്ടെന്നാണോ? അല്ല, അങ്ങനല്ല പഠിപ്പിക്കണത്. തല കുത്തനെ മനസ്സിലാക്കരുത്, നേർക്ക് നേരെ തന്നെ മനസ്സിലാക്കണം. അതിന്റെ സെൻസ് ഇതാ. ദുന്യാവിലുള്ള എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്ന ക്ലേശം, നഷ്ടം, വേദന, ക്ഷീണം, പ്രയാസം, ഇതിനൊക്കെ അവന്റെ തെറ്റ് പുറത്തു പോകാതിരിക്കുകയില്ല എന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ദാഹം ഉണ്ടായി, സമയത്ത് വെള്ളം കിട്ടിയില്ല. അല്ലാഹ് പറയുന്നു, ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം, ഞാൻ നിനക്ക് അതിന് നഷ്ടപരിഹാരം തരാം. ഷൗഖ് മുള്ളുകൊണ്ടു വേദനിച്ചു, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞോളൂ, ഞാൻ നിനക്ക് കോമ്പൻസേഷൻ തരാം. വേണമെങ്കിൽ വിശ്വസിക്കാം. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കുന്നു, കഴിയുന്നില്ല. ഒരുപാട് നേരം അധ്വാനിച്ചു, പ്രയാസം ഉണ്ടായി. അല്ലാഹ് പറയുന്നു, ഞാൻ നിനക്ക് കോമ്പൻസേഷൻ തരാം. ഒരാളെ സഹായിച്ചു, പണം സമയത്ത് തിരിച്ചിട്ടില്ല. അല്ലാഹ് പറയുന്നു, ഞാൻ നിനക്ക് കോമ്പൻസേഷൻ തരാം. അപ്പൊ ദുന്യാവിൽ അനുഭവിക്കുന്ന എല്ലാ ക്ഷീണത്തിനും വേദനയ്ക്കും പ്രയാസത്തിനും ദുഃഖത്തിനുമൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ട്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഡിസ്ഗൈസായി പ്രച്ഛന്നവേശമായി വരുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ ജീവിത പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള കരുത്ത് കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് കൊടുക്കും. അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارحم أبو بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ ചൊവ്വരാനെ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ കൊടുക്കുന്നവരാനെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും മിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും മാതാപിതാക്കളെ ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയവരുടെ കബറിടങ്ങളെ സ്വർഗ്ഗഭൂഭാവനുള്ള കൊണ്ടാണങ്ങളാക്കി മാറ്റണേ നമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തത്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ആശ്വാസങ്ങളായി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിനും ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തത്വയും ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് കാണുന്ന തൗഫീഖ് തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഖബറുകൾ വിശാലമാക്കി തരണേ തമ്പുരാനെ. അശ്റയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ സർവ്വസ്വഭാവത്തിൽ നിന്റെ വികാരം അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.